നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേൾപ്പോന്നോളി. ശശിമാരെ ശശിമാരെ പാർട്ടിയുടെ കഴുക്കോലൂരും സോമന്മാരെ ഭരണത്തിൽ കേറി കൈ കടത്തി തെക്കോട്ടെടുത്തില്ലേ, പാർട്ടിയെ തെക്കോട്ടെടുത്തില്ലേ. റീത്തും വച്ചു. ശശിമാർ വെറും ശശിമാരല്ല എന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്ക് 2 പിണറായി ഭരണം വേണ്ടി വന്നു. അജാതി ഭരണമായിരുന്നു. സ്വർണം കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മേലെ ചാഞ്ഞാൽ വെട്ടണമെന്നാണല്ലോ പ്രമാണം. അതെ, ഇനിയും ഇതിനെയൊക്കെ വളർത്തിയാൽ പാർട്ടിയുടെ പ്രമാണം യവന്മാരുടെ കീശയിലിരിക്കും. ചെറുതായി ബോധം വന്ന നേതാക്കൾ സംഘടിക്കുവിൻ, ശക്തരാകുവിനെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. CPM ഇപ്പോൾ പോരാടുന്നത് CPM-നോട് തന്നെയാണ്. അല്ല പിന്നെ ശശിമാരോട് ക്വിറ്റ് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു. അതല്ല, കടക്ക് പുറത്തെന്ന്. അത് തന്നെ. ഇനി പിണറായിയുടെ വാക്ക് കേൾക്കാൻ നിന്നാൽ പാർട്ടിയുടെ ആപ്പീസ് ഇരുന്നെടുത്ത് ഇനി ചെങ്കൊടി പോയിട്ട് ചെങ്കോണകം പോലും കെട്ടാനുള്ള സ്ഥലം കിട്ടൂല. കോർപ്പറേറ്റുകൾ എപ്പോഴാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. അതുകൂടെ ഇനി എഴുതി വെക്കാനുള്ളൂ. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിക്കണമെങ്കിൽ ശശിമാരും വേണ്ട, ശശിമാരുടെ ഗോഡ് ഫാദറും വേണ്ട. ഗോവിന്ദൻ സഖാവ് ഒരറ്റത്തൂന്ന് ചാണകം മെഴുകൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു ശുദ്ധി കലശം പാർട്ടിയിൽ നിർബന്ധ. എല്ലാം കഴിഞ്ഞ് ശത്രുസംഹാര പൂജയും. വെടിവഴിപാടിൽ കേമന്മാർ ശശി സഖാക്കളായതുകൊണ്ട് ആ വെടിവഴിപാടിന്റെയും കൂടി കളങ്കം ഇപ്പോൾ പാർട്ടിയുടെ നെഞ്ചത്ത്. ശശിമാരെന്ന് കേട്ടാലേ സഖാത്തികൾ AKG ഇല്ലത്ത് കയറി വാതിലടയ്ക്കും. CPM-ൽ ഒരു ഹേമ കമ്മിറ്റി വെച്ചാൽ തീവ്രത അളക്കുന്ന മെഷീൻ വരെ പൊട്ടിത്തെറിക്കും. അമ്മാതിരി തീവ്രതയായിരിക്കും. വികാരജീവികളാണല്ലോ. കമ്പിൽ തുണി ഒറ്റി കണ്ടാൽ അന്നേരം കയറി പിടിക്കും. അതേ സുഹൃത്തുക്കളെ, ശശിമാരെ ഇല്ലത്തൂന്ന് ചവിട്ടി ഇറക്കാൻ തന്നെയാണ് ഗോവിന്ദന്റെയും കൂട്ടരുടെയും തീരുമാനം. ഇടത് വെട്ടി വലത് വെട്ടി പിണറായിയിൽ നിന്നൊഴിഞ്ഞു മാറി ഇടത്തേക്കാലെടുത്ത് വലത്തോട്ട് വെച്ച് തൊഴിച്ചു മാറ്റി മുന്നേറാനാണ് ഒരു പറ്റം മുതിർന്ന നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. P. ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റാതെ പിണറായി ഓതിരം ഘടകം മറിയുമ്പോൾ മർമ്മം നോക്കി ഒരു പിടുത്തമിട്ട് നടുവെട്ടിക്കാനാണ് മുതിർന്ന കമ്മികൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതിന്റെ ആദ്യ പടിയാണ് PK ശശി. ആ വിക്കറ്റ് തെറിപ്പിച്ചതിന് ശേഷം വേണം രണ്ടാമത് P. ശശിയിലേക്ക് വരാൻ. CPM-ന്റെ നട്ടും ബോൾട്ടും ഊരുന്ന കാരണഭൂതന്റെ പവർ ടീമിനെ നെടുകെ പിളർത്തണം. PK ശശിയെ ചന്ന പിന്നെ തെറി വിളിച്ച് ഗോവിന്ദൻ മാമൻ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് പിണറായി തന്നെ കണ്ണു തള്ളി നിൽക്കുകയാണ്. എന്ത് എന്റെ വലം കയ്യെ തെറി വിളിക്കുന്നോന്ന്. സഖാവിന് ചേർന്ന പണിയല്ല ശശി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഗോവിന്ദൻ വെച്ചങ്ങ് കീച്ചി. അതിന് ഇതിലെ ഏത് സഖാവാണ് സഖാവിന് ചേരുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, നമുക്ക് മനസ്സിലാവുന്നില്ല ഗോവിന്ദ. ബാക്കി വേണം, കേക്കട്ടെ. സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശിക്കെതിരായ പരാതി. പാർട്ടിയെ പണം ഉണ്ടാക്കാനുള്ള ഉപാധിയായി മാത്രം ഉപയോഗിച്ചു. CPM ജില്ലാ സെക്രട്ടറിയെ സ്ത്രീ പീഡന കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. ഇയാള് പീഡനം ചെയ്യുന്നതും പോരാ, ഇനി ഇയാള് ചെയ്ത പീഡനം വല്ലോന്റെയും തലയിലോട്ട് കെട്ടിവെക്കണമെന്ന്. ഇതിനായി മാധ്യമ പ്രവർത്തകനുമായി ചേർന്ന് വ്യാജരേഖ നിർമ്മിച്ചു. സ്വാഭാവികം, വ്യാജരേഖ ഉണ്ടാക്കാൻ നിങ്ങൾക്കാണോ ബുദ്ധിമുട്ട്? നീചമായ പ്രവൃത്തിയാണ് ശശിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച തെളിവുകൾ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. കിട്ടിയതെല്ലാം കൂടെ മേമൻ കക്ഷത്തെടുത്ത് വെച്ചോട്ടോ. കേസ് കൊടുക്കണം പിള്ളേച്ച അങ്ങോട്ട്. ഇതങ്ങനെ ശശിമാരുടെ മുന്നിൽ തൊഴുത് ഗോവിന്ദൻ മാമൻ ഒടുവിൽ അടിയറവ് പറയുന്നതായിരിക്കും നമ്മൾ കാണേണ്ടി വരിക. അല്ലാതെ എന്ത് മാങ്ങാത്തൊലി ഇവര് കാണിക്കാനാ? തിരിച്ചു പോകൂ, ഒന്ന് പോകൂ, ഓ മൈ ഡാർലിങ്സ്, പാർട്ടിക്ക് റീത്ത് വെക്കല്ലേ എന്നാണ് ഗോവിന്ദന്റെ മോങ്ങൽ. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. പകലുകൾ രാത്രികളാക്കി, രാത്രികൾ പകലുകളാക്കി പിണറായിയും സൂര്യപുത്രിയും കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭരണം കഴിയുന്നതോടെ മൂപ്പര് ഫാമിലിയോടെ ദുബായിക്ക് പറക്കും. ആ മണലാരണ്യത്തിൽ പതുക്കിയ കാശ്, പണം, തുട്ട്, ഗോൾഡ് കൊണ്ട് അവര് വിലസും. ഗോവിന്ദൻ സഖാവും പരിവാരങ്ങളും ഇവിടെ ആപ്പ കച്ചവടം നടത്തി ജീവിക്കേണ്ടി വരും.
ഈ വൈകിയ വേളയിൽ ആ ബോധം വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു പാർട്ടിയെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗോവിന്ദനും കൂട്ടരും. ആദ്യം ശശിമാരെ തൂക്കണം, പിന്നെ ഗോഡ് ഫാദറിനെ ഗെറ്റ് ഔട്ട് ഹൗസ് അടിക്കണം. അതാണ് ഇവരുടെ ഒരു നീക്കം. നടക്കൂ എന്തോ എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ കേട്ടോ. ഇവരുടെ അന്തഃപുര വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട്. അപ്പൊ കാണാം.